ഗുഡ് മോർണിംഗ് ബാംഗ്ലൂരു. ഇത് ബാംഗ്ലൂർ ഡേയ്സിലെ ഡയലോഗാണ്. തൽക്കാലത്തേക്ക് ഒന്ന് കണ്ടെടുത്ത കാരണം ഈ യാത്ര തുടങ്ങുന്നത് ബാംഗ്ലൂരാണ്. ടൈറ്റിലുള്ളതുപോലെ നമ്മൾ പോകാൻ പോകുന്നത് ഹംപിയിലോട്ടാണ്. ആക്ച്വലി എല്ലാവരെ പോലെ തന്നെ ഒരു മൂവി കണ്ടപ്പോഴാണ് ഞാനും ഹംപി എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അന്ന് തൊട്ട് തുടങ്ങിയതാ ഉള്ളിലൊരു മോഹം. സാഹചര്യങ്ങൾ മൂലമോ അല്ലെങ്കിൽ ആഗ്രഹിച്ചത് നേടാൻ വേണ്ടി പ്രയത്നിക്കാത്തതുകൊണ്ടും അന്ന് പോകാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോൾ എന്തോ ഉള്ളിലൊരു ധൈര്യമുണ്ട്. ആഗ്രഹിച്ചത് നേടാൻ വേണ്ടി പ്രയത്നിക്കാം. കിട്ടാതെ പോയേക്കാം ഒരു പക്ഷേ. അതൊക്കെ കിട്ടാണ്ട് പോകുമ്പോഴത്തെ കാര്യമല്ലേ, അതൊക്കെ നോക്കാം. പക്ഷെ അതിന് വേണ്ടി 100% കൊടുക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ട്രാവൽ ആരംഭിച്ച് അതുകൊണ്ടാണ് ഒരു ചെസ് മൗണ്ടൊക്കെ വാങ്ങിച്ച് ഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്താണ് ഇതിപ്പോൾ വീണത്. ഇപ്പോൾ പോയേക്കാവുന്ന സിറ്റുവേഷനിലാവുന്നു എൻ്റെ ഫോൺ ചെസ് മൗണ്ടിൽ നിന്ന്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അത് പോയില്ല. ടൈറ്റാക്കി പിന്നെ വെച്ചു. ഇപ്പോൾ ഈ കാണുന്നൊരു സ്ഥലം നമ്മൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു സിനിമ പ്രാന്തന്മാർക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സ്ട്രൈക്ക് ആയിട്ടുണ്ടാവും. ഇതേപോലത്തെ റോഡാണ്. പക്ഷെ ഇതല്ല റോഡ്. ഇതാണോ എനിക്കറിഞ്ഞുണ്ട്. അതല്ല. പക്ഷേ ഇതേപോലത്തെ ഒരു റോഡ് നീലാകാശത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ദുൽഖറിൻ്റെ ടയർ പഞ്ചറാവുന്നൊരു സീൻ എനിക്ക് ഫീൽ ചെയ്ത് അങ്ങനെയാണ്. പിന്നെ ഈ റോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പോരെ തന്നെ സന്ധ്യ സമയമാണ്. ചുറ്റും കാറ്റാടി അങ്ങനത്തെ നിറച്ചങ്ങനെ നിൽക്കുക. ഒരു പ്രത്യേക ഒരു മൂഡിലാണ്. കാപ്പിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇവിടെ കാപ്പി കിട്ടിയില്ല, ചായ കിട്ടിയുള്ളൂ. അങ്ങനെ അവിടെ ഇരുന്നപ്പോൾ റോഡും സ്ഥലങ്ങളൊക്കെ കാണുന്നു. കാറ്റാടികളുണ്ട്, ഇഷ്ടംപോലെ കാറ്റാടികളുണ്ട്. അതിങ്ങനെ കാണാൻ നല്ല രസമാണ്. അതിൻ്റെ ചുവട്ടിൽ കൂടെ ഇങ്ങനെ വണ്ടികൾ പോകുന്നത് കാണാൻ പ്രത്യേക രസമാണ്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇങ്ങനെ പാടം. എന്താ കൃഷി എന്നുള്ളത് വ്യക്തമായി എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഇനി ഈ റോഡ് അങ്ങോട്ട് ഒരു 80 കിലോമീറ്റർ സ്പീഡിന് മേലെ വെച്ച് നമുക്ക് പിടിക്കാം. പോരാത്തന്നെ ഹൈവേ ആണ്. ഓപ്പോസിറ്റ് വേറെ വണ്ടികൾ വരില്ല. നമുക്ക് സുന്ദരമായി അങ്ങോട്ട് പോകാം. ഒരു പ്രശ്നവുമില്ല. ഈ ട്രാവൽ വീഡിയോ ഒക്കെ എൻജോയ് ചെയ്യാം. പ്രത്യേകതരം ഒരു വൈബ്. അങ്ങനെ പോകുന്ന വഴിക്ക് അപ്രതീക്ഷിതമായി, വളരെ അപ്രതീക്ഷിതമായി, ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല ഒരു സ്പോട്ടാണ് ഞാൻ കണ്ടത്.
അപ്പോൾ തന്നെ പിടിച്ചു. എൻ്റെ ABBSന് എന്തോ പ്രശ്നമുണ്ടെന്നാണ് തോന്നുന്നത്. പുള്ളിക്കാരൻ നല്ല സ്കിഡായിരുന്നു നമ്മുടെ രാവണൻ. പക്ഷെ കുഴപ്പമൊന്നും പറ്റിയില്ല. പിന്നെ വളച്ച് നമ്മൾ നേരെ വിഷ്വലിലോട്ടാണ് പോയത്. അപ്പോൾ കാണുന്ന കാഴ്ചകളാണ് ബ്യൂട്ടിഫുള്ളായിട്ടൊരു സൺസെറ്റ്. അതിനെ ഇതിൽ കാണുമ്പോൾ, ക്യാമറ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം അതിന് സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആക്ച്വലി അത് നമ്മൾ നേരിട്ട് ആ കാറ്റും കൊണ്ട് നമ്മുടെ കണ്ണിൽ കൂടെ നമ്മൾ നേക്കഡ് ഐസ്, നഗ്ന നേത്രങ്ങളാൽ തന്നെ നമ്മളത് കാണണം. അപ്പോൾ അതിന് കിട്ടുന്നൊരു വൈബ്, അതിൻ്റെ ഒരു സൗന്ദര്യം, അത് അനുഭവിച്ചറിയാൻ അതൊരു പ്രത്യേക സുഖമാണ്. ആക്ച്വലി ആ സുഖമാണ് നമുക്ക് വേണ്ട. ആ ഒരു പീസ് ഓഫ് മൈൻഡ് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനും ഈ യാത്ര തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങണം, പിന്നെ തുടങ്ങി അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കണം, വീണ്ടും യാത്രകൾ കണ്ടിന്യൂ ചെയ്യണമെന്ന് മാത്രമല്ല, ഇത് സത്യം പറഞ്ഞൊരു ഒളിച്ചോട്ടം കൂടിയാണ്. ഇടക്കാലത്ത് എനിക്ക് പറ്റിയ കുറച്ച് അബദ്ധങ്ങളും എനിക്ക് സംഭവിച്ച കുറേ വിഷമങ്ങളും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളിൽ നിന്നുള്ളൊരു ഒളിച്ചോട്ടം. എൻ്റെ അമ്മയോട് ഞാൻ എപ്പോഴും പറയും, അമ്മ ഞാൻ ഒളിച്ചോടാൻ പോകുന്നേ, ഞാൻ ഒളിച്ചോടും. അപ്പം അമ്മ ചോദിക്കും, നീ ആരുടെ ഒപ്പം ഒളിച്ചോടാൻ പോകുന്നു? അപ്പം അമ്മയോട് പറയും, ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് ഒളിച്ചോടും. പക്ഷെ ഇനി അങ്ങനെ ഞാൻ പറയൂല, കാരണം ഇനി എനിക്ക് ഒളിച്ചോടാനായിട്ട് എൻ്റെ കൂടെ എൻ്റെ രാവണനുണ്ട്. സോ ഞാനും രാവണനും കൂടി പോവും. ഇപ്പോൾ കണ്ടതൊരു ഡാമാണ്. ഡാമിൻ്റെ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഈവനിങ് ഷോട്ടാണ് കണ്ടത്. പക്ഷെ അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അത് ഞാൻ നേരിട്ട് കണ്ടപ്പോൾ ഉണ്ടായൊരു ബ്യൂട്ടി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. മൊബൈൽ ഫോണിൽ കൂടെയാണ് ഞാൻ അത് റെക്കോർഡ് ചെയ്യുന്നത്. സോ അതിന് എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടാവും, സ്റ്റെബിലിറ്റി ഉണ്ടാവും നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇത് ഇനിയൊരു സക്സസ്സിലേക്കാണ്, സക്സസ് അല്ല, ഇനി മുന്നോട്ട് പോകാൻ, ഇതിനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുവാണെങ്കിൽ എന്തായാലും എൻ്റെ ക്യാമറ, മൈക്ക്, ഇനി ഉപയോഗിക്കേണ്ട സംഭവങ്ങളെല്ലാം ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് പറ്റാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് വിഷ്വൽസ് തരാൻ ഞാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ കാണുന്നൊരു പോലീസുകാരൻ കൈ കാണിച്ചാണ്. പുള്ളിക്കാരൻ കൈ കാണിച്ചിട്ട് എൻ്റെ അടുത്ത് എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഹംപിയിലോട്ടാണെന്ന്. പക്ഷെ പുള്ളിക്ക് ഹംപിയിലോട്ടല്ല പോകേണ്ടത്, പുള്ളിക്ക് വേറെ വഴിക്ക് എന്തോ പോകേണ്ടത്. പക്ഷെ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഹംപിയിലോട്ട് പോകുന്നത് ഇപ്പം ഞാൻ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് പോകേണ്ടത്. അപ്പം ഇല്ല സാർ, മാപ്പിൽ പറയുന്നത് ഈ സൈഡിലോട്ട് പോകാനാണ്. പുള്ളിക്കാരൻ പറഞ്ഞല്ല, ആ സൈഡിലോട്ട് പോകാനാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ്റെ ചെസ്റ്റിലുള്ള ക്യാമറ ശ്രദ്ധിച്ചത്. അപ്പോൾ പുള്ളിക്കാരൻ ബുക്കോ വിട്ടോ പിടിച്ചോളാൻ പറഞ്ഞു. ശരി സാറിനോട് ഞാനും അങ്ങനെ പോകുന്നു. പോണ വഴിക്ക് ഒരു പുക കണ്ടേ. ഞാൻ നോക്കിയപ്പോൾ എന്തോ പാടം കത്തിക്കുമോ അങ്ങനെന്തോ പരിപാടിയാണ്. അതെന്തിനാണ് ഏതിനാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ചെയ്യുക. ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. വെൽക്കം ടു ഹോസ്പേട്ട് മുനിസിപ്പാലിറ്റി. ഇനി അങ്ങോട്ട് കുറച്ച് ദൂരം കൂടി ഉള്ളൂ നമ്മുടെ ഹംപിയിലോട്ട്. ഇതാണ്
വിരുപക്ഷ ടെമ്പിൾ, എല്ലാവരും കേട്ട് പരിചയമുള്ള പേരായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ സിനിമ കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം വിരുപക്ഷ ടെമ്പിൾ. ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി വിരുപക്ഷ ടെമ്പിൾ ഒന്ന് കാണാമെന്ന് അപ്പോൾ നോക്കുമ്പോൾ നിറച്ച ആൾക്കാർ പായ, തലോണ ഇതൊക്കെ ആയിട്ട് അമ്പലത്തിന് ഉള്ളിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ബയ്യരിക്കുന്നുണ്ടാവും. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് എല്ലാവരും പോണേ. അപ്പോൾ പറഞ്ഞു മകരസംക്രാന്തി ആയതുകൊണ്ട് ഇവിടെയുള്ള എല്ലാവരും ഇവിടെ വന്നാണ് വൈകുന്നേരങ്ങളോടെ വന്ന് സ്റ്റേ ചെയ്യാറുണ്ട്. ഇവിടെ ഏറ്റവും രസമായിട്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ വഴിപാടുകൾ എഴുതി വെച്ച് കാണാം. ബോർഡ് കണ്ടപ്പോൾ അവിടെ എല്ലാത്തിനും റേറ്റ് എഴുതിയിട്ടുണ്ട്. അവസാനം 2 വഴിപാട് കൂടി ഞാൻ കണ്ടു. ക്യാമറയ്ക്ക് 50, വീഡിയോ ക്യാമറയ്ക്ക് 500 രൂപ. ആ വഴിപാട് എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഞാൻ നേരെ പോയത് ഞാൻ റൂമിൻ്റെ അടുത്തേക്കാണ്. റൂമിൻ്റെ അടുത്താണ് ഇപ്പോൾ ഈ കാണുന്ന സ്ഥലമുള്ളത്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി നാളെ ഹംപി മൊത്തം കറങ്ങി കാണാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ കാണാം. ഗുഡ് ബൈ. ഒരു ദുരാഗ്രഹത്തിൻ്റെ പുറത്ത് തുടങ്ങിയതാണ് ഈ ചാനൽ. തുടങ്ങുന്നുള്ളൂ. അത് സക്സസ് ആവും ഇല്ലേ എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ഇനി അങ്ങോട്ടുള്ളതിൻ്റെ ഇന്ധനം.